ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. പ്രണയമണി തൂവൽ പൊഴിയും മുടിഞ്ഞ മഴ. പ്രണയമണി തൂവൽ പൊഴിയും ഇതുപോലൊരു മുടിഞ്ഞ മഴ. എന്തോ മഴ കറ്റുവാടാ. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം എഴുതി വെച്ചിട്ട് എന്തെങ്കിലും നോക്കാതിരിക്കാൻ പറ്റുമോ? ആഹാ, ഈ മേഘം 100 അടിച്ചു വിട്ടിട്ട് എവിടെ പോവാ? 4 മണിക്ക് നമുക്ക് തിരുവനന്തപുരത്ത് കൊടുത്താൽ മതി മഴ. മനസ്സിലായോ? ഇപ്പോഴേ നിങ്ങളുടെ പോട്ടെ ആകണ്ടൊരു കാര്യം ചെയ്യും. നിങ്ങൾ കോട്ടയത്ത് അടിയത്, കോട്ടയത്ത് അടിക്കുന്ന അതാണ് എൻ്റെ ഒരു കണക്കുള്ള ശരി. പോലെ ഹലോ ഹലോ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമല്ലേ? സംശയമുണ്ടോ? എനിക്ക് സംശയമില്ല, നിങ്ങൾക്ക് സംശയമുണ്ടോ? അങ്ങനെ കുത്തി ചോദിച്ചാൽ സംശയമുണ്ടോ? ഹലോ, അപ്പൊ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അല്ലേ? ആണെന്ന് കാര്യം പറ. അതെ. ആ സാറേ, ഞാൻ 2 ദിവസം മുമ്പ് വിളിച്ചായിരുന്നു. തന്തയ്ക്കോ? തന്തയ്ക്കല്ല, ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ സാറിനെ വിളിച്ചായിരുന്നേ. വിളിച്ചിട്ട് അപ്പൊ ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുവാ. അപ്പൊ കടം മേടിക്കുമ്പോ നീ ഓർക്കണം. കട മേടിച്ചല്ലെന്ന് പിന്നെ സാറ് പറഞ്ഞിട്ടാ ഞാൻ പുറത്തിറങ്ങാതിരിക്കുന്നത്. ഞാനെന്താ പറഞ്ഞു? സാറ് പറഞ്ഞില്ലേ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്, എല്ലാം ഊരിട്ടിട്ട് കിടക്കാൻ. അപ്പൊ നീ ഇപ്പൊ അങ്ങനെ കിടക്കുവാണോ? ഞാൻ ഇപ്പൊ ഒന്നുമില്ലായിരിക്കുവാ. വീഡിയോ കോളിൽ വരാവോ? വീഡിയോ കോളിലോ? ഇത് മനുഷ്യൻ വരുന്ന ഒരു സ്ഥാപനമായത്. നീ വെച്ചിട്ട് പോയേ. ഓരോ കോളപ്പിക്കുന്നു. ഓ പെണ്ണുമ്പള, നിനക്ക് ഇതെന്തിന്റെ കേടാടി സുജേ? എന്തുവാ സംഭവം? എന്തുവാ അടി? എന്തുവാ ഞാൻ പറയാം. അതായത് നീ നമ്മൾ തുണി അലക്കി നീ വെള്ളിയിൽ ഇട്ടേക്കുമല്ലയോ, അതെടുത്ത് അകത്തിട്ടോ. കാരണം ഇന്ന് മഴ പെയ്യത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. പക്ഷെ അന്ന് ഇടിച്ചു കുത്തി പെയ്യും. പണ്ടത്തെ പോലെ ഫലിക്കുന്നില്ല കാര്യങ്ങൾ. മനസ്സിലായില്ലയോ? പിന്നെ നിനക്ക് സീരിയൽ വല്ലതും കാണണമെന്നുണ്ടെങ്കിൽ നീ അപ്പുറത്തെ രമണിയുടെ അവിടെ നിന്ന് പോയി കണ്ടോണം. അവര് TV പോന്നേ പോട്ടെ. പിന്നെ അവിടെ ഫ്രിഡ്ജോ മിക്സിയോ ഒന്നും ഊരിയിടാൻ നീ പറയണ്ട. മനസ്സിലായല്ലോ? ഓക്കെ. അയ്യോ, ഹലോ ഹലോ, അതെ വർക്കലെന്നാ വിളിക്കുന്നത്. വർക്കില്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചാ മതി. അതല്ല, വർക്കലെന്ന് വിളിക്കാം. വർക്കലയിലേക്ക് ഒരു മഴ തരാൻ പറ്റുമോ? വർക്കലല്ലോ? എന്നാ അത്? ഈ മാസം 24-ാം തീയതി 24-ാം തീയതി വർക്കല ഒന്ന് നോക്കോട്ടെ. അയ്യോ, 24-ാം തീയതി പറ്റത്തില്ല കേട്ടോ. അന്നേ കോയമ്പത്തൂർ ടൗണിൽ ഞാൻ മഴ കൊടുക്കാൻ നേറ്റിരിക്കുക. എനിക്ക് കാരണം നമ്മളത് സ്ഥിരം കൊടുത്തോണ്ടിരിക്കുന്ന. അല്ല, സെക്കൻഡ് തരാൻ പറ്റുമോ? സെക്കൻഡ് മഴ തരാൻ പറ്റുമോ? സെക്കൻഡ് മഴയോ? ഇത് എവിടെ? ആരെയും വിളിച്ചേ? ഈ മഴ നാടക കേന്ദ്രത്തിന്റെ ഓഫീസല്ലേ? നാടക സമിതി അല്ലേ? വെച്ചിട്ട് പോണ നാടക സമിതി വരെ കോള് വന്നു തുടങ്ങി. എന്തോ ചെയ്യാൻ ഒരു കാർമേഘം ജുബായിട്ടുണ്ട് വരുന്നേ. നിന്റെ കല്യാണത്തെ കാര്യം മുടങ്ങിയ കാര്യം ഞാൻ ഇന്നിവിടെ പറയും. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നടക്കുന്ന നെഞ്ചും മരിച്ച് അങ്ങ് നടന്നു പാ. കാര്യം പറയടാ ഇറക്കാൻ. നീ എനിക്ക് ഇന്ന് ഇവിടെ വെച്ച് ഒരു തീരുമാനം ഉണ്ടാക്കണം, എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. ആരാ? ഞാൻ താഴത്ത് ശംഭു. അപ്പൊ മേളിൽ ഇരിക്കുന്ന പാൻപരാ കാണോ? എവിടാ ശംഭു ഇരിക്കുന്ന പറഞ്ഞേ? ശംഭു അല്ല, എന്റെ പേരാണ് താഴത്ത് വീട്ടിൽ ശംഭു. ശംഭു? എന്തോ ശംഭു, കാര്യം എന്തുവാ? സാറേ, എന്റെ കല്യാണം മുടങ്ങി. കല്യാണം മുടങ്ങി? ഞാനെന്തോ വേണം? നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമാ. ഞാൻ എന്തോ ചെയ്തു? നിങ്ങൾ എന്ത് ചെയ്തെന്നോ? എവിടെ പോവാ? ഞാൻ ആരാന്ന് മനസ്സിലായോ? മനസ്സിലായി. ഞാനാണ് മകളിൽ തുളസി. എന്തോ മെഗളി തുളസി? മൊത്തം മയക്കുമരുന്നിന്റെ കേസ്. അതല്ല, എന്റെ പേര് പറഞ്ഞ മുകളിൽ തുളസി. മുകളിൽ തുളസി? കുടുംബ പേരാ മുകളിൽ. മുകളിൽ. അതെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ കാരണം എന്റെ ചെറുക്കന്റെ കല്യാണം മുടങ്ങി. ഞാൻ എന്തോ ചെയ്തു? നിങ്ങൾ കഴിഞ്ഞ മാസം 18-ാം തീയതി മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞു. ആന്തിടിച്ചു കൂത്തി പെയ്ത് ചെറുക്കന്റെ കല്യാണം മുടങ്ങി. നീ കാണിച്ചു വിടാൻ പറ്റത് നോക്കിയേ. ഇത് കൊള്ളാം. നാരങ്ങ വെള്ളത്തിൽ കസ്കസ് കിടക്കുന്ന പടം ഇതാരെടുത്തത്? ഞാൻ എടുത്തതാ. പക്ഷെ നാരങ്ങ വെള്ളത്തിൽ കസ്കസ് കിടക്കുന്നതല്ല. ഇതെന്തോ? ആഡിറ്റോറിയത്തിനകത്ത് വെള്ളം കയറി ആൾക്കാർ തലപ്പൊക്കാൻ വെള്ളത്തിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ഇവിടെ നടക്കുന്ന സംഭവം വല്ലതും അറിയുന്നുണ്ടോ? ദുബായിൽ അമ്മള മഴ പെയ്തു. പെയ്തോ? പെയ്തു. ഉറപ്പാണോ? ഉറപ്പ്. ഈ അമ്മ പറയുന്ന നേരാണോ? സത്യമാണോ? എനിക്ക് 100-150% ഉറപ്പാ. അങ്ങനെ കുഴപ്പമില്ല.
ദുബായിലെ കേസ് നമുക്ക് ചോദിക്കാമല്ലോ. ഞാൻ പറഞ്ഞില്ലേടാ. ഹലോ, ദുബായ് കാലാവസ്ഥ കേന്ദ്രം. ആ, രാജു സാറല്ലേ? സാർ, നമ്മുടെ ദുബായിലെ ടൗണിലെ നമ്മുടെ ഒരു മഴ അവിടെ പെയ്തോ? നമ്മുടെ മഴ പെയ്തിട്ടില്ല. പൊക്കോ അവിടുന്ന്. നമ്മുടെ ഒരൊറ്റ മഴ ദുബായിക്ക് പോയിട്ടില്ല. നമ്മുടെ മഴ എന്നല്ലേ പറഞ്ഞ, അമ്മളെ മഴയുടെ പറഞ്ഞു വിട്രാ. നമ്മളെ മഴയോ? അതെന്ത് സാധനം? എന്തത് സാധനം ഉണ്ട്. അതെവിടുന്നത്? ഇവിടെ ചൂലുണ്ടോ? തൂക്കാൻ പോകണോ? അല്ല, ഇത്തിരി ചാണകം കിട്ടോ? മെഴുകാൻ പോവാ? അല്ലല്ല, അത് മുക്കി അടിക്കാനാ നിങ്ങള്. ഇത് എന്തോ സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ? ഇങ്ങനെ അവിടെ നിന്നാ ചിലപ്പോ കിട്ടത്തില്ല. എന്താണ്? പിന്നെ സാറേ, പിന്നെ നീ ഇവിടെ വന്ന് സംസാരിക്കും. ഇവിടെ നിന്നാ കിട്ടുമല്ലോ. ഇവിടെ നിന്നാ കിട്ടും സാറേ. അതായത് ഞാൻ ചോദിക്കട്ടെ, സാറിന് ഇതിനെ പറ്റി വല്ല തിരുപാടുണ്ട്? ഇത് അറിയാമോ ഇതിനെ പറ്റി? എനിക്ക് ഇത് കാലാവസ്ഥയെ പറ്റി അറിയാമോ? അതാ ചോദിച്ച, വല്ല അറിയാമോ കാലാവസ്ഥയെ പറ്റി? അങ്ങനെ കലിപ്പിച്ച് ചോദിച്ചാൽ തെറ്റും. ഞാൻ അഡ്ജസ്റ്റ്മെന്റ് പറയാം. ചോദിച്ചാൽ എനിക്ക് അറിയാമോന്ന്. പിന്നെ മഴ എപ്പോ വരും നിങ്ങൾക്ക് പറയാൻ പറ്റൂ? പറ്റും. നീ ആ ലാപ്ടോപ്പ് ഒന്ന് എടുത്തേ. അതിനകത്ത് നോക്കി. ഇതിനകത്തൊന്നും ഇല്ലല്ലോ. അതിനകത്തൊന്നുമില്ല. അതിന്റെ അടിയിൽ ഒരു വരിപ്പില്ലയോ? അതിങ്ങട് മഴ എപ്പോ വരുന്നല്ലേ ചോദിച്ചേ? അറിയാമോ? കേറി നിക്ക് മോനെ. ഹെഡ് ഓർ ടെയിൽ? ഇവിടെ വന്ന് പൈസ എന്റെ കയ്യിൽ. ഹെഡ് ഓർ ടെയിൽ? ഇന്ന് മുടിഞ്ഞ് ഇടിച്ചു കുത്തിപ്പിക്കും. ഇതിങ്ങനെയൊന്നും അല്ല മഴ കണ്ടുപിടിക്കുന്നത്. പിന്നെന്തുവാ? സാർ ഇതിനെ പറ്റി അറിയത്തില്ലേ സാറേ? ഇവിടെ മെഷീൻ ഒന്നും ഇല്ലേ? മെഷീൻ കാണുന്നില്ലേ? മെഷീന് അത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനല്ലേ? അത് അറിയാവുന്ന ഒരു തൊഴിലിന്റെ ഒരു മെഷീൻ വേണ്ടടാ നിങ്ങൾക്ക്. അപ്പൊ ഇതാണോ പരിപാടി? അതല്ല, അതിന്റെ മെയിൻ ജോലി. ഇത് സൈഡ്. അപ്പൊ റബ്ബർ വെട്ടാണ് മെയിൻ. എനിക്കൊരു സംശയം എന്താണെന്നറിയോ? ഇവന്റെ കല്യാണം മുടങ്ങുന്നതിന്റെ കാരണം ഈ അമ്മങ്ങടെ കളിയാ? അല്ല, എന്നാ പറ. അതല്ലെന്ന്. ഇവന്റെ കല്യാണം ഗ്രഹനില പ്രശ്നം. ഗ്രഹനില മോനെ. എടാ, സൂര്യന് ചുറ്റും എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് അറിയാമോ? 8 സാധനമുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ മ്യൂസിക് പരമായിട്ട് ഈ സംഗതി പോകുന്നത്. പ്ലൂട്ടോ. അതെങ്ങനെ മ്യൂസിക്? പ്ലൂട്ടോ, ഗിറ്റാറോ, തബല, അതൊക്കെ കാണും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞു. സെപ്റ്റിക് ടാങ്ക് അല്ല, നെപ്റ്റ്യൂൺ. പിന്നെ ഇതെല്ലാം 24 മണിക്കൂർ ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും. ആണോ? പക്ഷെ ഒരു ഗ്രഹം മാത്രം ഒരു ദിവസം 9 മണിക്ക് കറക്കം നിർത്തും. അതേത് ഗ്രഹം? ശനിയാഴ്ച. അതെന്താ 9 മണിക്ക് കറക്കം നിർത്തും? ഞായറാഴ്ച അവധിയല്ലോടാ, കിടന്നുറങ്ങരുതോ. ശനി. ഇതൊക്കെ എന്തിനാ വെച്ചിരിക്കുന്നത്? ഇത് പറയുമ്പോൾ ഇതെന്തോ? ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ അറിയാം. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാവോ? ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ എന്തുവാ? പഴം. എന്തോ? എടാ നിന്നല്ലടാ പഴം എന്ന് പറഞ്ഞതാ. പഴങ്ങൾ അത് കട്ടി. അത് അമ്മ ഒരു കാര്യം ചെയ്യും. അമ്മ കട്ടിയാ മറ്റേ. എടാ ഇത് എന്നാന്ന് പറ. അതെ, ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിക്ക്, അമ്മാവൻ ഇരിക്കട്ടെ. അമ്മാവൻ ഇരിക്കട്ടെ. അത് ഞാൻ ആദ്യം പറയുമ്പോ ഇരിക്കട്ടെ. ഇല്ല, നീ ഇരിക്കുന്നുണ്ടോ? ഇരിക്കുന്നെന്ന് പറ. എന്നാ ഇവിടെ കിടക്കുന്നേ? കാര്യം പറ. നെഞ്ചുവേനായിട്ട് വന്നതാ. അല്ല, ഇത് കാലാവസ്ഥ കേന്ദ്രം. എവിടെ? അവിടെ ഇരുന്നോ. മഴയുടെ കാര്യം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. മാറിയിരുന്നേ അമ്മാവാ. ഞാന് ഈ മഴയെന്നുള്ള പിടി അങ്ങ് വിടാൻ പോവാ. ആദ്യം നീ മുഴയെന്നുള്ള പിടിവിട്. എന്റെ മുഴയാണത്. അയ്യോ അമ്മാവ് അതല്ല പറഞ്ഞത്. ഈ കാറ്റുകളാണല്ലോ ഈ പ്രധാനപ്പെട്ട ഈ മഴ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അപ്പൊ ഈ കാറ്റിന്റെ വരുന്ന ആ ഒരു സമയം അനുസരിച്ച് കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്താൽ അതെങ്ങനെ ഇരിക്കും? അന്ന് മഴ ഉണ്ടാകത്തില്ല, വെയിലുമായിരിക്കും. അത് വെയിലുമായിരിക്കും. അപ്പൊ ചോദിക്കാതെ എന്നാ നീ ചോദിക്കാതെ സാറേ അതിപ്പിടിച്ച് തിരിച്ചോ? അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ മൺസൂൺ കാറ്റ് എപ്പോഴാണ് വരുന്നത്? മൺസൂൺ കാറ്റോ? ഒരു വെളിവില്ലാത്ത ചോദ്യം ഒന്നിലൂടെ. ഇവിടെ മൺസൂൺ കാറ്റെന്ന് പറഞ്ഞാ അത് വന്നു. അപ്പൊ കൊടുങ്കാറ്റോ? വന്നാ തീർന്ന്. എന്താ ഈ പുള്ളി കുറെ നേരം നോക്കുന്നു? എനിക്കറിയാം, നീ ചോദിച്ചാ. ഞാൻ എനിക്ക് കുറെ കാര്യങ്ങൾ നിരീക്ഷിച്ചോണ്ടിരിക്കും. എന്തോ നിരീക്ഷിക്കാനാ? ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്ന സാധനം ഇത് ഞാൻ ശരിയാക്കി തരാം. ഇതിലൊരു ചേച്ചി തുണികളൊക്കെ ആണല്ലോ. അതാ ബിന്ദു. ആണോ? അത് കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുകയാണ്. കാണിച്ചേ. കറക്റ്റ്. തൊട്ട് വരക്കരുത്. ഒരു സാധനം സെറ്റ് ചെയ്ത് വെക്കും. അതിനകത്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്തോ? ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് എന്തിനാന്നോർത്താ? ഇതൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ചില ബിസിനസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള സാധനങ്ങളാണിത്. ഇതൊക്കെ ഞാൻ ചെയ്യും. അതിനകത്ത് ഇവിടെ പരിപാടിയുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, വന്നപ്പോ തൊട്ട് എനിക്ക് ഇവിടെ എന്തോ ഒരു മണം അടിക്കുന്നുണ്ട്. ഇല്ല, ഒരു മണവും ഇല്ല. ചുമ്മാരി. ഇവിടാണ് ഇതിന്റെ. ഇങ്ങോട്ട് വരല്ലേ? എവിടെ പോവാ? എന്തുവാ?
അത് ശരി. ഇതാണ് എന്നെ കൊണ്ട് ഇത്ര നേരം അരിയിപ്പിച്ചതല്ലേ? ആ അപ്പൊ ഇവന് ഇവിടെ ഇരുന്നോണ്ട് വാറ്റി കുടിച്ചിട്ട് തോന്നിവാസം പറയുന്നതാണ് നിന്റെ കല്യാണം മുടങ്ങുന്നത്. അപ്പൊ മാമൻ വന്ന കാര്യം അങ്ങ് ചെയ്യട്ടെ. പ്രാർത്ഥിക്കോ? എടാ, നിന്റെ അവതാലത്തെ കുടിക്കടാ. അല്ല പിന്നെ നിങ്ങളെ ഫോണിൽ ആരാ കണ്ട് വിളിക്കുന്നത്? സുജേ, ഹലോ സുജേ, എടി ഞാൻ പറഞ്ഞ പോലെ അത് ഇടിച്ചു കുത്തി പെയ്യുവാണ് കേട്ടോ. ഇപ്പൊ വീടുണ്ടിരിക്കും, അത് ഇപ്പൊ ഇടിയും തുടങ്ങി. ഇടി തുടങ്ങിയിട്ടുണ്ട്. ആ മിന്നലും ഉണ്ടായിരുന്നു.